ഇന്നെന്താ മോളെ നേരത്തെ? എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ ശിവ, അല്ലെങ്കിൽ തനിക്ക് വിശക്കും. അതെ അതെ, അല്ലെങ്കിൽ തന്നെ രാവിലെ കട്ട കലിപ്പില്ല. കിട്ടിയല്ലോ, ഇപ്പൊ സമാധാനായില്ലേ? ഇനി മോള് എന്തേലും കഴിച്ചിട്ട് പോവാൻ നോക്ക്. അമ്മയോട് തർക്കിക്കാൻ നിൽക്കുന്നേക്കാൾ നല്ലത് ഞാൻ എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് പോകുന്നത് തന്നെയാ. അല്ലെങ്കിൽ ആ ബസ് അങ്ങോട്ട് പോയി കിട്ടും. എന്നാ പിന്നെ എന്റെ പൊന്നാരം മോള് വന്നിട്ടേ പാത്രം എടുത്ത് കഴിക്കാൻ നോക്ക്. അവൾക്ക് ഇന്ന് ദോശ പോരാ പോലും. ഇന്ന് ഞാൻ എല്ലാവർക്കും ഇങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് വിളമ്പാടി. എന്റെ കാര്യം നോക്കാനേ എനിക്കിവിടെ സമയമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ ജീവിതം ഞാൻ ഇങ്ങനെ അടുക്കളയിലിട്ട് ഹോമിക്കാം. ഇനിയും നീ ഇവിടെ ആലോചിച്ചോണ്ട് നിന്നാ ബസ് പോയി കിട്ടും. പെട്ടെന്ന് പോയി ഫുഡ് എടുത്ത് കഴിക്കാൻ നോക്കും മോളെ. പതിവ് പോലെ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു കല്യാണ പെണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് അവളിന്ന്. ശിവാനി, നീ എന്താടി ഇന്ന് പതിവിലും കൂടുതൽ ഒരുങ്ങിയൊക്കെ വന്നിരിക്കുന്നത്? നീയും ഒരുങ്ങിയിട്ടുണ്ടല്ലോ, അതിന് കുഴപ്പമില്ലേ? ഞാനോ? ഞാൻ നിന്റെ അത്രയൊന്നും ഒരുങ്ങിയിട്ടില്ല. ശരിയാ, കുങ്കുമം പൗഡറിൽ കുഴച്ചു കവളിൽ ഇട്ടിട്ടുണ്ടെന്ന് അറിയേയില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇനി എല്ലാം ഫാഷൻ ഷോയ്ക്ക് പോകുന്നത് പോലെ ഒരുങ്ങിയാണല്ലോ വന്നിരിക്കുന്നത്. സണ്ണി സാറിന് ക്ലാസ് അല്ലേ ഇനി? കുറെ നേരമായല്ലോ, എന്താ ഇനി സാറ് വരാത്തത്? ഇന്നിനിപ്പോ വന്നിട്ടുണ്ടാവില്ലേ? അയ്യോ, അങ്ങോട്ട് നോക്ക്, ആ സുമംഗലി ടീച്ചറാ വരുന്നത്. അപ്പൊ ഇന്ന് സാറില്ലേ? ഷോ, ഇന്ന് ബോറടിച്ചിട്ടാകും. ഞാൻ ക്യാൻറ്റീനിൽ പോകുക, നീ വരുന്നോ? നമുക്ക് ക്യാൻറ്റീനിൽ പോയാലോ? അതാ നല്ലത്, ഇവിടെ ഇരുന്ന് ദേഷ്യം പിടിക്കും. ശിവാനി, നീ ഉണ്ടോ ക്യാൻറ്റീനിലേക്ക്? എനിക്കൊന്നും വയ്യ ഇവിടെ ഇരിക്കാൻ. ഇല്ല, ഞാനില്ല, നീ പൊക്കോ. ചിത്ര ഉൾപ്പെടുന്ന ഗ്യാങ് എന്നെയും വിളിച്ചതാ, പക്ഷെ പോയില്ല. എന്തൊക്കെയായിരുന്നു? ഏറെ ആഗ്രഹിച്ചു വന്നിട്ട് കാണാൻ ആഗ്രഹിച്ച വ്യക്തിയെ കണ്ടില്ലല്ലോ. എന്തായാലും അടുത്ത പീരീഡ് സ്കിപ്പ് ചെയ്യാം. ലൈബ്രറിയിൽ വന്നിട്ട് പഠിക്കാനൊന്നുമില്ല, ചുമ്മാ ബുക്കും തുറന്നു വെച്ച് ചിന്തിക്കാൻ ഇതിലും പറ്റിയ വേറൊരിടം വീട്ടിൽ കിട്ടുവോ? വല്ല ബാലരമയോ പൂമ്പാറ്റയോ കിട്ടിയിരുന്നാൽ വായിക്കാമായിരുന്നു. ഇതിപ്പോ എന്തെടുക്കാനാ? ആ, കയ്യിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് വെറുതെ എവിടെയെങ്കിലും പോയിരിക്കാം. ഞാനോ? ഞാൻ വരാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ സുമംഗലി മാഡം വന്ന് പറയുന്നത്. മാഡം പറയാ എന്റെ ഹവർ ഒന്ന് കൊടുക്കാൻ. മാഡം ആഫ്റ്റർനൂൺ ലീവ് ആയതുകൊണ്ട് ആഫ്റ്റർനൂൺ ഉള്ള പീരീഡ് എന്നോട് എടുത്തോളാൻ പറഞ്ഞു. പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ലെക്ചറുടെ ആഗ്രഹം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ലല്ലോ. സോ അല്ല, തനിക്കും അടുത്ത ക്ലാസ് ഇല്ലേ? വെറുതെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? വിശ്വസിച്ചു. സത്യം പറയടോ, താൻ അടുത്ത ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്?
എന്നാൽ തന്റെ ക്ലാസ് കട്ട് ചെയ്യാനുള്ള ആഗ്രഹം ഞാനായിട്ട് കട്ട് ചെയ്യുന്നില്ല. നമുക്ക് പിന്നെ കാണാം. ബൈ. അടുത്ത ഹവർ ക്ലാസ് ഉണ്ടേ. എന്നാലും ആ സണ്ണി സാർ വന്നില്ലല്ലോ. അതെ, ചുമ്മാ വെറുതെ ആഗ്രഹിച്ചു സാറ് വരുമെന്ന്. എന്നാലും ആ സാർ ഇന്ന് വന്നിട്ടുണ്ടാവില്ലേ? എന്ത് പറ്റിയതാവും? നമുക്ക് ഫുഡ് കഴിച്ചിട്ട് സ്റ്റാഫ് റൂം വരെ ഒന്ന് പോയി നോക്കിയാലോ? പോവാം, പെട്ടെന്ന് കഴിക്ക്. എല്ലാ പിടക്കോഴികൾക്കും നല്ല സങ്കടമുണ്ട് ഇന്ന് സണ്ണി സാറ് വരാത്തതിന്. എന്തായാലും ഒന്ന് സങ്കടപ്പെട്ടിരിക്കട്ടെ. പറഞ്ഞു കൊടുക്കണ്ട ഇന്ന് വരുമെന്ന്. അവരിപ്പ അങ്ങനെ സന്തോഷിക്കണ്ട. എല്ലാവർക്കും സണ്ണി സാറ് വരുന്നത് കണ്ട് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഹായ് സാറ്. സാറേ, ആ വരവ് ഇങ്ങനെ കണ്ട ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. ശിവാനി, ശിവാനി, എന്താ? പൗഡർ ഉണ്ടോ നിന്റെ കയ്യില്? എന്താ പൗഡറോ? എന്തിനൊന്നുമില്ല. ഹോ, നീയൊക്കെ എന്തിനാണ് കോളേജിൽ വരുന്നത്? നാളെ ആകട്ടെ നിനക്ക് ഞാൻ പൗഡറും ചാന്തും പൊട്ടും കൊണ്ടുതരാം. ഇതിനൊക്കെ എന്തിന്റെ കേടാണാവോ? കാണാൻ കൊള്ളാവുന്ന സാറിന് മര്യാദക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ലെന്ന് വെച്ചാ? ചേച്ചി, ചേച്ചിക്ക് എന്നെ മനസ്സിലായോ? അന്നക്കുട്ടി, ചേച്ചിക്ക് നല്ല ഓർമ്മശക്തിയാണല്ലോ. എന്നെ മറന്നില്ലല്ലോ. ചേച്ചി, ചേച്ചി എന്നും അമ്പലത്തിൽ വരാറുണ്ടോ? എന്നുമില്ല, ശനിയും ഞായറും മാത്രം. അന്നക്കുട്ടിയോ? ഞാൻ ഇച്ചായനും ശനിയാഴ്ച മാത്രം വരും. ഞായറാഴ്ച ഞങ്ങൾക്ക് പള്ളി പോവേണ്ട ദിവസമല്ലേ? പള്ളി പോയില്ലെങ്കിൽ വല്യമ്മച്ചിക്ക് ദേഷ്യം വരും. അതുകൊണ്ട് പള്ളി പോക്ക് ഞങ്ങൾ മുടക്കാറില്ല. ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താ. ചേച്ചി വാ, ഒന്ന് കയറിയിട്ട് പോവാം. ഏയ് വേണ്ട മോളെ, പിന്നെ ഒരു ദിവസമാവാം. വേണ്ട ചേച്ചി, ഇപ്പൊ തന്നെ വാ. ഏയ് ഇല്ല മോളെ, അമ്മ അന്വേഷിക്കും എന്നെ കാണാണ്ടായ. ഞാനേ അമ്പലത്തിലേക്കാന്ന് പറഞ്ഞു പോന്നതാ. അപ്പൊ കുറെ സമയാവുമ്പോ എന്താ കാണാത്തെന്ന് വിചാരിക്കൂലേ? പിന്നെ ഒരു ദിവസം വരാം. ചേച്ചിയുടെ കയ്യിൽ ഫോണില്ലേ? ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാ പോരെ അമ്മയോട്? പറഞ്ഞാ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഒന്ന് വാ ചേച്ചി. പഠിപ്പിക്കുന്ന സ്റ്റുഡന്റ് വീട്ടിൽ വന്നാ എന്റെ ഇച്ഛായനെ ഒന്ന് നെട്ടിക്കോട്ടെ.